അതിന്റെ തല്ലുള്ള കാരണമാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതിയത്. ഞാൻ എന്നുള്ള ചിന്ത റിയൽ ലൈഫിൽ എനിക്ക് അങ്ങനെ ചിന്തയില്ല. അയ്യോ റിയൽ ലൈഫിലൊക്കെ എന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഓടുക ഇടിന്ന് പറഞ്ഞ ഓടി ഞാൻ. അത് എനിക്ക് അത് പറ്റാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാലോ. റിയൽ ലൈഫ് നമുക്കിത് പറ്റില്ല, കാരണം നമ്മ അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയുണ്ട്. അത് പാട്ടിലൂടെങ്കിലും നമുക്ക് ഇപ്പൊ വിജയ് സിനിമയിലൊക്കെ കാണുമ്പോ വിജയ് പറക്കണ്, നമുക്ക് പറ്റില്ല. അത് കുറെ ആൾക്ക് വേണ്ടി സംസാരിക്കണ്. പക്ഷെ എനിക്ക് അതിൽ ഒരു തരത്തിൽ ഇപ്പോൾ കടാര കൊടൂര മനോരഞ്ജനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുള്ളതാണ്. പക്ഷെ അതിനകത്ത് അയാൾ വാവിളിച്ച് കരയുമ്പോഴും ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് പറയുന്നത് അതല്ല. ലൈക്ക് എനിക്കെതിരെ വാവിളിച്ച് ലൈക്ക് ആ സാധനം അങ്ങനെയാണ് മറ്റേ ഉദ്ദേശം. സോറി, ഇത് ലൈക്ക് എനിക്കെതിരെ വാവിളിച്ച് ഇങ്ങനെ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഞാൻ സംസാരമില്ല, പ്രവൃത്തിയുള്ളൂ എന്നുള്ള ചിന്ത. ഇങ്ങാട് വന്ന് അങ്ങാടെന്നുള്ള ചിന്ത, അല്ലാണ്ട് മറ്റേ ഇങ്ങാട് ഒന്ന് വന്നാൽ നമ്മൊരു വഴിക്ക് റെഡിയാന്നുള്ളത് പാട്ടിൽ മാത്രം. കാരണം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങളിൽ. ഞാൻ കുറെയൊക്കെ ഒതുങ്ങി പോയിരുന്നതാ. എന്ത് പ്രശ്നമില്ല ഇതുവരെ, ഒരു അടിക്കൊന്നും പോകാണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ച് വിടുന്ന അങ്ങനെ പോയിരുന്നതാ. കുറെ കഴിയുമ്പോൾ മനസ്സിലായി ഇത്ര നാൾ നമ്മൾ ക്ഷമിച്ചു, എത്ര നാൾ ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ഈ സാധനത്തിലൂടെ കടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണ അറിയാമല്ലോ. അപ്പോൾ കുറെയൊക്കെ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് പാട്ടിലൂടെ പറയാം. അടിപൊളി. ഈ ശരിക്കും ഗബ്രിക്ക് 25 വയസ്സേ ആയുള്ളൂ. എനിക്കത് 25 വയസ്സുകാരൻ പക്വതയോടുകൂടി സംസാരിക്കുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. ശരിക്കും ജീവിത അനുഭവങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ആയിരിക്കും. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഗബ്രിയാണല്ലേ. എത്ര വയസ്സ് മുതലാണ് ശരിക്കും? ലൈക്ക് എനിക്കൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. അപ്പോൾ തുടങ്ങി അമ്മ സ്ട്രഗിൾ ചെയ്യുന്നതാ. നമ്മൾ കാണേണ്ടത് വാർക്കപ്പണിക്കും പോയിട്ട് കരിങ്കല്ലൊക്കെ ചുമന്ന് 6 മണിയാകുമ്പോൾ അമ്മ വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിന്ത വരും, ഇനി നോക്കേണ്ടത് ഞാനാ, ഇനി അമ്മക്ക് ഒരുപാട് നാൾ ഇതാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ആ ചിന്തയോടെ നമ്മൾ പണിക്ക് പോയത് ITA പഠിച്ച സമയത്ത് 2018-19 ITA പഠിച്ചപ്പോൾ കൊറോണ വന്ന കാരണം ITA ജോലി കിട്ടിയില്ല. വേറെ ഗോഡൌണിൽ കയറി. പിന്നെ ഒരു 3 കൊല്ലം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ലൈക്ക് ഉത്തരവാദിത്വം വന്നു ചെയ്യാൻ ഒരുപാട്. ആദ്യം ജോലി ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്, കാർ കഴുകാൻ പോയിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. എന്നാലും ലൈക്ക് ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ തൈക്കാട്ടുകര. അവിടെ ഒരു സർക്കാർ ഓഫീസാണ്. അവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് രാവിലെയും വൈകിട്ടും ചായ കൊടുക്കുക. പക്ഷെ അതൊക്കെ നല്ല ജോലിയായിരുന്നു, നല്ല രസമായിരുന്നു. അവർക്ക് നമ്മൾ സ്നേഹവും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പാത്രം കഴുകുന്നതൊക്കെ എനിക്ക് കുഴപ്പമുള്ള പരിപാടിയായിരുന്നില്ല, നല്ല സമാധാനമുള്ള പരിപാടിയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ചായയും കടി നയിക്കാൻ വരും, ഉണ്ടാക്കാൻ നയിക്കും. എൻ്റെ ഫുട്ബോൾ ഇങ്ങനെ പിള്ളേർ കൊടുക്കുമെന്നാ അവിടെ നിന്ന് കിട്ടി, ഞാൻ പണിയെടുത്തുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അത് ഇതിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തം കൂടി ഇപ്പോൾ നമുക്ക് പറ്റുള്ള ലൈക്ക് ലോണുകൾ കൂടുതലുണ്ടല്ലോ. ആകെ കിട്ടുന്നത് 12,500 സംതിങ്. ഇപ്പോൾ ലോണടവൊന്നും നടക്കുള്ള. ഞാനപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഒന്നും ഞാൻ ഡ്രസ്സ് പോലും വാങ്ങില്ല. വാങ്ങണമെങ്കിൽ തന്നെ 100 രൂപയുടെ ഷർട്ട് അങ്ങനെ. അത് ഞാൻ ഡ്രസ്സ് പറഞ്ഞത് ഇപ്പോൾ 12,500 കിട്ടിയാൽ 10 രൂപ വീട്ടിൽ കൊടുക്കും, 2 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിൽ പിന്നെ അമ്മയുടെ എൻ്റെയൊക്കെ റീചാർജ് ചെയ്യും. പിന്നെ എൻ്റെ ചിലവിനുള്ളത് ഞായറാഴ്ചകളിൽ കാറ്ററിംഗ് വർക്കിന് പോകുന്നത് 500 രൂപ, അത് മാത്രം. ആകെ ചിലവാക്കുന്നത് ബുക്ക് വാങ്ങാൻ. അടിപൊളി പരിപാടിയാണ്. സേവ് ചെയ്യും, ബുക്ക് വാങ്ങും, എന്നിട്ട് ബാക്കി ഒരു സേവിങ്സ്, ബാക്കി ഒരു 500-1000 റേഞ്ച് ഉണ്ടാവും. അതായാലും കടം ചോദിക്കും, കൊടുക്കും. അതാണ് മറ്റേ 40 ഞാൻ ഡോം കടത്തിന്റെ കൂടെ ഉള്ളവനാ, പക്ഷേ എൻ്റെ ഈ ഡോം ബലോം പിന്നെ കുത്തിപ്പറിക്കുന്ന കൂട്ടം. കടം വാങ്ങി തിരിച്ചു തരില്ല, നമ്മൾ തിരിച്ചു ചോദിക്കുകയില്ല. നമുക്കറിയാലോ പൈസത്തിന്റെ വിഷം. ചിലപ്പോൾ അവർക്ക് അതുണ്ടാവില്ലായിരിക്കും, ചോദിച്ചാൽ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഉത്തരവാദിത്തം പരിപാടി ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് പറ്റാണ്ടായി. പിന്നെ ഈ ആർട്ട് ഞാൻ ആദ്യമൊക്കെ പാട്ട് എഴുതിയിടുക, ഇൻസ്റ്റാഗ്രാമിലിടുക, അൺഇൻസ്റ്റാൾ ചെയ്ത് പോവാം. കേൾക്കണോണ്ട് കേട്ടാൽ മതി, പൈസ ഉണ്ടാക്കണം ചെയ്യുന്നൊന്നുമില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മ വീട് പണി നടക്കുന്നുണ്ടായി നമ്മുടെ. അപ്പോൾ അമ്മ എല്ലാ വീട്ടിലും കയറിയിട്ട് സഹായം ചോദിച്ച്, ഇങ്ങനെ വീട് പണി നടക്കുന്നുണ്ട് സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ വീട്ടിൽ കയറി ഇറങ്ങി. അന്നൊരു മകൻ എന്ന രീതിയിൽ ഞാൻ മരിച്ചു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ വീട്ടിൽ കൈ നീട്ടാ. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ച് പൈസ ഉണ്ടാക്കണം. നമ്മുടെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പൈസ എന്നുള്ള ചിന്ത. എന്നാൽ നമ്മുടെ ഇത് പോയരുത്. എനിക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ചിന്തയുണ്ടാവില്ല. പിന്നെ ഇതിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കണം, കുറേ പൈസ ഉണ്ടാക്കി നമുക്ക് കൊടുക്കുന്ന ചിന്ത വന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് പിന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബം നോക്കാം. അപ്പം കൊള്ളാം, മുത്താണ് അത് അടിപൊളി.
പാട്ടുകൾ പാടിച്ചില്ല ഞാൻ ഇടയ്ക്ക്, ഈ വർത്താനം കേട്ടിരുന്ന പാട്ട് വിട്ടുപോയി. ആദ്യമായിട്ടാണ് തുറന്നു പറയണത്. KL42 ഒന്ന് പാടുവോ? പറ്റേ. നീ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ ഭവിക്കും. എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കുറു നരികളിടം ഭരിക്കും. ഞാൻ കടവും കടത്തിന്റെ കൂടുള്ളവനാ, പക്ഷെ എന്റെ ഇടവും വലവും എന്നെ കൊത്തിപ്പറിക്കുന്ന കുട്ടപ്പതോ എന്ന് പറഞ്ഞ് പതിച്ചോനെ എങ്ങനെയൊക്കെ നടുവും തല്ലി വീണാലും നീലക്കില്ലയോട്ടം. കാര്യം കണ്ടു കഴിഞ്ഞ് കൈ കഴുകുന്നവരാ, കാര്യത്തോടടുക്കുമ്പോ മെയ് തഴുകുന്നവരാ, നടുമുറിയിൽ കൊണ്ട് ടൈ നടുന്നവരാ. മര്യാദക്കല്ലേ മൈഡിയറോമനെ കുട്ട, കാരണം കേട്ടാ പൊളിയും കേട്ടാ, മരണം കിട്ടാൻ വൈകൂലട്ടാ. തിളക്കം മങ്ങുമ്പോൾ തോണി നേരം എടുക്കില്ലട്ടാ, തിരക്ക് കൊണ്ടാ അല്ലേ ഇപ്പൊ തീർത്തേനട്ടാ. ഗടാഗടിയും വേണോ? ഞാൻ കട്ടിക്കൻ ഒരു കട്ടോൽഗജൻ, എൻ കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. കട്ടിക്കൻ ഒരു കട്ടോൽഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. 42 എന്റെ നാട് നോക്കിയിട്ട് കളിച്ചോ, താക്കിയത് വരത്തില്ല പോക്കറ്റിൽ ഒളിച്ചോ. കൂട്ടിട്ട് കത്തിക്കും നീ വാക്കീറി പൊളിച്ചോണ്ടിരുന്നാലും മെരന്നാലും എന്നെ തന്നെ പഠിച്ചോ. നീ പടഞ്ചൊല്ലി പഠിച്ചോ, തലച്ചോറിൽ പരിപ്പും ചാറൊഴിച്ചോ. കഴിച്ചോണ്ടിരുന്നപ്പോ കണ്ണു മിഴിച്ചോ, ഗണിച്ചോണ്ടിരുന്നപ്പോ ചുളമടിച്ചോ. സഹിച്ചോ, നീ അനുഭവിച്ചോ, സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ അനുകരിച്ചോ. തിരിഞ്ഞോടുമ്പോ തിരിയുന്നിടത്ത് എല്ലാം എന്റെ മോറ് കാണുമ്പോ തരിപ്പടിച്ചോ. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാണികളുടെ മുനയൊടിച്ചോ. തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയെന്ന് തിരിച്ചറിഞ്ഞു. സൂപ്പർ പാടുമ്പോ അടിപൊളിയാ. സ്വിച്ച് ഓഫ് ഞാൻ പഠിച്ച് പാടും കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാല് ഭയങ്കര രസമാണ് ഈ താളത്തിൽ പാടുമ്പോൾ. നിങ്ങളെ കാണുമ്പോൾ സുഖം കിട്ടുകയാണെങ്കിൽ പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടില്ലേ, ഭയങ്കര രസമായിരിക്കും. ഈ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ഇത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലഹരിയില്ലേ, അതാണ് ഭയങ്കര രസമല്ലേ. അവരിത് റാപ്പൊക്കെ ഇത്രയും നന്നായിട്ട് കാണാതെ പഠിച്ച് നമുക്ക് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള അവര് പാടും. അത് മന്ദാരൊക്കെ പാടുമ്പോ 42 പിന്നെ മന്ദാരൊക്കെ പാടും. നീയൊക്കെ കൊള്ളാം. അപ്പൊ ചിലരൊക്കെ ക്രൗഡ് ഇതല്ലെങ്കിൽ നമ്മ ഡൗൺ ആവും. ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളത് പാടാ തിരിച്ചു പോരാ. ക്രൗഡ് വേണം നമുക്ക്. ക്രൗഡ് ഒരു എൻകറേജിങ് ആണെങ്കിൽ അടിച്ച് കിട്ടും നമുക്ക് ആ സാധനം. വരുമാനമായിട്ട് പണിയെടുക്കുന്ന പൈസ അങ്ങനെ പോവാ. അങ്ങനെയാണ്. പക്ഷെ അല്ലാതെ സ്റ്റേജിൽ വേറെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വരുമ്പോ നമ്മുടെ വരികൾ കേട്ടുള്ളതാണത്. സോ അത് വേറെ പരിപാടി. അതാണ് എനർജി അല്ലേ. അത് കഴിയുമ്പോ നമുക്ക് അവരൊക്കെ വന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഇത് കിട്ടില്ലേ. പക്ഷെ അതും എനിക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുള്ള. ലൈക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ എനിക്കറിയില്ല എങ്ങനെ മറുപടി പറയണ്ടെന്നൊക്കെ. അപ്പൊ ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കും ഇങ്ങനെ നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇമോജിയെങ്കിലും കൊടുക്കും. എന്നിട്ട് വേറെ ഒന്നും എനിക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല ഇങ്ങനത്തെ അപ്രിസിയേഷൻ പരിപാടിക്കൊക്കെ. അല്ല അപ്പം എക്സൈറ്റ്മെന്റ് തോന്നില്ല? ഇല്ല, എന്താണെന്നറിയില്ല. അത് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വേടൻ പുലിയെ പിടിച്ചതുപോലെ വേറൊരു പുലി വന്ന് സംസാരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഗബ്രിയുടെ അടുത്ത്, അപ്പോഴായിരിക്കും ചിലപ്പോ അതാണ് നമ്മൾ ചെയ്യുന്ന പണിയുടെ റിസൾട്ട് കിട്ടി. അതിന് കിട്ടുമായിരിക്കും. ലൈക്ക് നമ്മളെ കണ്ട് ഇൻസ്പയർ ആയ ഒരുപാട് വന്നിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുമ്പോ ഇരുന്ന് കാണാൻ ചെയ്യട്ടെ. അല്ലാണ്ടുള്ള പൊക്കിപ്പറച്ചിലും പരിപാടി അതെ, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ആക്ച്വലി. നല്ലതാ. അല്ല അത് നല്ലതാ. കാരണം നമ്മുടെ ഉള്ള് സന്തോഷിക്കുമ്പോൾ സന്തോഷിച്ചാൽ മതി. അഭിനയിക്കേണ്ട. അതെ, അഭിനയിക്കേണ്ട കാര്യമില്ല. അത് നല്ല ഐഡിയ. അല്ല, എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി. അങ്ങനെ അഭിനയിക്കാതെ, എഴുത്തിൽ പോലും അഭിനയിക്കാതിരുന്നാൽ മതി. അപ്പോൾ റിയലായിട്ട് വന്നോട്ടെ എന്ന് പറയാം. നമ്മൾ ചില പരിഗണനകളൊക്കെ ഉണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയുമ്പോഴും ആ ഫ്ലോ നഷ്ടപ്പെടാതെ അങ്ങനെ അത് വേറെ ഞാൻ അവന്റെ വഴിക്ക് വിട്ടോട്ടെ എന്നുള്ള ഇതില്ല. റിയൽ ലൈഫിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ക്യൂരിയസ് ആയാൽ മതി. ഒരാളുടെ പെരുമാറുന്നത് എങ്ങനെ, സംസാരിക്കുന്നത് എങ്ങനെ, അതിൽ മാത്രം ക്യൂരിയസ് ഉള്ളൂ. എഴുത്ത് എങ്ങനെയും ആയിക്കോട്ടെ, അത് വേറൊരു ഞാൻ അവനെ വിട്ടേക്ക് എങ്ങനെ. അല്ല, ഇത്രയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും വായനയുടെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാത്തതല്ല, എനിക്കറിയാം, എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി. അതാണ് ഒരു പക്ഷേ ഒരു സന്തോഷം അല്ലേ, ഉള്ളിലേക്ക് പല കാര്യങ്ങളും വായിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വായന എന്നുള്ളതുണ്ടോ? ഞാൻ വായന തുടങ്ങിയത് ഈ ഒറ്റപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. അപ്പ കൂടുതലും വായിക്കുന്നത് കേർമീര ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മൾ കാണുന്നത് ഇതൊക്കെ ഞാനാണല്ലോ എന്നുള്ള ചിന്ത എന്നുള്ള. ഈ എനിക്ക് തോന്നുന്നു ഈ പിത്തത്തടയിൽ കത്തിക്കര സംഭവം എനിക്ക് അതിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. ഈ അടുത്ത തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ, ലൈക്ക് വൈഫിനെ ഹസ്ബൻഡ് ഇങ്ങനെ കുത്തും, ഒരു വികാരം ഇങ്ങനെ നിൽക്കുക, അങ്ങനെയൊന്നും ഒരു സീൻ ഉണ്ടായില്ലേ. ലൈക്ക്
അതെൻ്റെ തലയിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളത്. നമ്മൾ ഇമാജിനേഷൻ ചെയ്യില്ല ആ സീനൊക്കെ വായിക്കുമ്പോൾ. കേരളയുടെ ബുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഒറ്റപ്പെടൽ എൻജോയ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പരിപാടിയാണ്.